പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് വിനായക് ദാമോദർ സവർക്കർ. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട 27 വർഷക്കാലം, കൊടുമ്പിരി കൊണ്ട നാളുകളിൽ 27 വർഷക്കാലം ഈ രാഷ്ട്രത്തിന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിത്വമാണ് വി ഡി സവർക്കർ എന്ന് പറയുന്നത്. 27 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഒരു മനുഷ്യായുസ്സിൽ ഒരുപക്ഷെ 60 വയസ്സുവരെയൊക്കെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് ദൈവത്തിന്റെ കൈകളിലാണ്. പക്ഷേ വി ഡി സവർക്കർ തന്റെ ജീവിതത്തിലെ 27 വർഷക്കാലം ഈ രാഷ്ട്രത്തിന് വേണ്ടി ജയിലിൽ അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിത്വമാണ്. എന്തായാലും സവർക്കർ ഭാരതത്തിലെ വിപ്ലവകാരികൾക്ക് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം നൽകിയ വ്യക്തിത്വമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് വി ഡി സവർക്കർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രൈസ് നമ്മളെ വി ഡി സവർക്കർജി, അയാളെ പറ്റിയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അയാള് ചെറുപ്രായത്തിൽ 27 വർഷം കണ്ടഹാർ ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് അതെന്നെ ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ഇതിലാണ് അനുഭവിച്ചത്. അപ്പോൾ അയാൾ എന്തിനാണ് ജയിലിൽ പോയതും കൂടി ചോദിക്കണ്ടേ? സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തതിനല്ല, അയാള് ബ്രിട്ടനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന തോക്കുപയോഗിച്ച് അയാളൊരു സുഹൃത്ത് വേറെ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് കൊന്ന്. ആ വെടിവെച്ച് കൊന്നപ്പം അതിൽ ഗൂഢാലോചന ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടഹാർ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇയാളെ. അങ്ങനെ നിരന്തരം മാപ്പപേക്ഷ കൊടുത്ത് ഭയങ്കരമായ ദയനീയ അവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാപ്പപേക്ഷിച്ച് ഏതായാലും അയാളെ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് അവിടെ കണ്ടഹാർ ജയിലിൽ 10 വർഷമാണ് നിന്നത്. ഇവനാണ് യഥാർത്ഥത്തിൽ ഈ വീര സവർക്കർജീന്റെ പുരസ്കാരം നൽകേണ്ടത്. ആർക്ക്? ജനൻ ടിവിക്കാണ്, മലൻ ടിവിക്ക് അവതാരകന് കൊടുക്കണം. ചിരിക്കാതെ സംസാരിച്ചതിന്, ആ ചിരിക്കാതെ സംസാരിച്ച ആ സംസാരം ഉണ്ടല്ലോ, ആ സംസാരത്തിനാണ് യഥാർത്ഥത്തിൽ ഈ പുരസ്കാരം ശശി തരൂരിനല്ല കൊടുക്കേണ്ടത്, ഈ മലൻ ടിവിക്കാണ് കൊടുക്കേണ്ടത് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കണ്ടഹാർ ജയിലിൽ 10 വർഷമാണ് നിന്നത്. പിന്നെ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഒരു 2-3 വർഷം, അതിനൊക്കെ കൂടിയും കൂട്ടിയാൽ ഒരു 13 വർഷം. 20 എത്തിയില്ല. ഏതായാലും അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കി. ആ കേൾക്കുന്ന കേൾവി കറക്റ്റായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട്, ഞാൻ പറയില്ല, വെറുതെ എന്നെ തെറി വിളിക്കാൻ പറ്റില്ല. ഈ എന്തിനും ഏതിനും എന്നെ അങ്ങ് തെറി വിളിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ആ തെറി വിളിക്കലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, അയാളെ ചരിത്രമാണ്. ആ ചരിത്രം കേട്ടോളി. ഉദ്ദേശിച്ചത് നാസി കളക്ടർ AMT ജാക്സനെ AMT ജാക്സൺ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ്. വി ഡി സവർക്കറെ ഈ കേസുമായി ബന്ധപ്പെടുത്തിയാണ് പ്രധാനമായും ശിക്ഷിച്ചത്. ജാക്സൺ വധവും തോക്കും. നാസി കളക്ടർ AMT ജാക്സനെ കൊലപ്പെടുത്തിയത് അനന്ത് ലക്ഷ്മൺ കാനഹാരെ എന്ന വിപ്ലവകാരിയാണ്. കൊല്ലപ്പെട്ടയാൾ AMT, ജാക്സൺ നാസി കളക്ടർ. കൊല നടത്തിയയാൾ അനന്ത് ലക്ഷ്മൺ കാനഹാരെ. തീയതി 1909 ഡിസംബർ 21. സംഭവം നാസിക്കിലെ വിജയാനന്ദ് തിയേറ്ററിൽ വെച്ച് ജാക്സൺ ഒരു വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ കാനഹാരെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വി ഡി സവർക്കറുമായുള്ള ബന്ധം. എന്നിട്ട് വി ഡി സവർക്കർ എത്ര വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു? വി ഡി സവർക്കർക്ക് ആകെ 50 വർഷത്തെ ഇരട്ട ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. എങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഏകദേശം 13 വർഷം ജയിൽവാസം അനുഭവിച്ചു. 1911 ജൂലൈ 4 ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കലാപാണിയെത്തി. 1921 വരെ ഏകദേശം 10 വർഷം അദ്ദേഹം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞു. തുടർന്ന് 1921 അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് രത്നഗിരി ജയിലിലേക്കും പിന്നീട് യേർവാഡ ജയിലിലേക്കും മാറ്റി. 1924 ജനുവരി 6 അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി. അതായത് 1911 മുതൽ 1924 വരെ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അപ്പോ നിങ്ങൾ കേട്ടു, നാസി കളക്ടറെ വെടിവെച്ച് കൊന്നതിനാണ്, അതിൽ ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ആരോപിച്ചാണ് ഈ വി ഡി സവർക്കറെ ജയിലിലടക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ അയാൾ പിന്നെ ഇവിടെ ഭയങ്കര ധീരത നേടി
ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടല്ല. അയാൾ പോരാടിയ ചരിത്രങ്ങൾ എവിടെയില്ല. ഇവർ പറഞ്ഞുണ്ടാക്കിയ ചരിത്രങ്ങളുണ്ട് എന്നല്ലാതെ വേറെ എവിടെയും അയാൾ പറഞ്ഞുണ്ടാക്കിയില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും RSSക്കാർ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടോ വരും കാലങ്ങളിൽ പറയാനുള്ളത്? അതുമില്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ VD സവർക്കറെ പുരസ്കാരം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ മലൻ ടിവിക്കാണ്. അതുപോലെ ശശി തരൂരിന് കൊടുക്കുകയോ വാങ്ങി എന്ത് വേണം ചെയ്തോട്ടെ, ഞങ്ങളെ അണ്ടർന്ന് വിട്ട ആളാണ്. അപ്പോൾ ഈ VD സവർക്കറെ എന്താപ്പം പുരസ്കാരം, ഭയങ്കര പുരസ്കാരമില്ല. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇയാള് ഈ ജയിൽ മോചിതനായി വന്നിട്ട് മാപ്പപേക്ഷിച്ച് ലെറ്റർ കണക്കിന് മാപ്പപേക്ഷിച്ച് അയാള് ഈ ജയിൽ മോചിതനാക്കി വിട്ടിട്ട് അയാൾ ചെയ്ത പണി സൽക്രമല്ല, രാജ്യദ്രോഹ ചെയ്തത്. ഈ രാജ്യത്തിന് വേണ്ടി അന്യരാജ്യത്ത് നിന്ന് വന്ന് ഈ രാജ്യം മുഴുവനും കീഴടക്കിയവരോട് യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ ഇയാൾ യുദ്ധം ചെയ്തിട്ടല്ല, ഈ ബ്രിട്ടീഷുകാർക്ക് പട്ടാളത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടും പിന്നെ പോരാത്തത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തിട്ട് നിങ്ങളെ ഊർജം പാഴാക്കരുത്. നിങ്ങൾ ഇവിടെയുള്ള ആഭ്യന്തര ശത്രുക്കളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഇവരോട് 3 പേരോടും നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന പ്രഖ്യാപിച്ച ആളാണ് ഈ വീര സവർക്കർ. സവർക്കർ ജി. ജിമാരെല്ലാം ആദ്യപ്പെട്ടതാണ്, അതുകൊണ്ട് ജി തന്നെ. അതുകൊണ്ട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അയാൾ യാതൊരു നിലക്കും അയാൾ ഇന്ത്യക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള, ഈ രാജ്യത്തിന് വേണ്ടി അയാൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് വളച്ചൊടിച്ച ഒരു ചിരി പോലും ഇല്ലാതെ മലൻ ടിവിൻ്റെ അവതാരകനാണ് കൊടുക്കേണ്ടത് ഈ പുരസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ല നമസ്കാരം.